നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ അളക്കുപുഴ എരിപ്പോട് വീട് തകർന്നു വീണു. വെള്ളാംതറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. നന്ദിക്കര GVHS സ്കൂളിലെ കളിസ്ഥലത്തിന്റെ വികസനം നിർമ്മാണോദ്ഘാടനം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഓണാഘോഷ തിമിർപ്പിൽ നാട്. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. കാവന്നൂർ വീട്ടിക്കുന്ന് ഭാഗത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ അളഗപ്പനഗർ എരിപ്പോട് വീട് തകർന്നു വീണു. വെള്ളാംതറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ശശിയും ഭാര്യയും മകനും വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് വിള്ളൽ അനുഭവപ്പെട്ടു. പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ സ്ഥലത്തെത്തി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നന്ദിക്കര GVHS സ്കൂളിലെ കളിസ്ഥലത്തിന്റെ വികസനം നിർമ്മാണോദ്ഘാടനം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനത്തിന് പ്രോത്സാഹനമേകാൻ ഇത്തരം കളിക്കളങ്ങൾ സഹായിക്കുമെന്നും ഇതുവഴി പുതിയ കായിക താരങ്ങൾക്ക് വളരാൻ വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 18 കളിക്കളങ്ങൾ പൂർത്തിയായി. 76 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് പദ്ധതി വിശദീകരണം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, ഗ്രാമപഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KC പ്രദീപ്, NM പുഷ്പാകരൻ, MK ശൈലജ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN നിധിൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഇൻചാർജ് K ജയശ്രീ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിസ്ഥലത്തിന്റെ വികസനം നടത്തുന്നത്. ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് കളിക്കളങ്ങൾ ഒരുങ്ങുന്ന ജില്ലകളിൽ ഒന്നാണ് തൃശൂർ. നിലവിൽ 15 കളിക്കളങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ രോഗികൾക്കായുള്ള ഓണാഘോഷ പരിപാടി നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് തങ്കം അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ മാനേജർ ഡോക്ടർ സജീവ് പാലിശ്ശേരി, മുതിർന്ന പാലിയേറ്റീവ് പ്രവർത്തകൻ M. രാമകൃഷ്ണൻ, ഡോക്ടർ നളിനി, ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ MG രാമചന്ദ്രൻ, ട്രഷറർ ജോസ് തെക്കേത്തല, ഡോക്ടർ CN നളിനി എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുട്ട ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ലിജോൺ ബ്രഹ്മകുളം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി അനീഷ് മൂന്നുതൊട്ടിയിൽ, PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സ്കൂൾ ലീഡർ ലിവൻ ലിജു, അധ്യാപിക സിബി ലൈജു എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരും അമ്മമാരും സ്കൂൾ വിദ്യാർത്ഥികളും ഒന്നിച്ചവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളിയും ആവേശമുണർത്തിയ വടംവലി മത്സരവും കുട്ടികൾക്കായി ഒരുക്കിയ മറ്റു ഓണക്കളികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. പുതുക്കാട് പഞ്ചായത്ത് 2ാം വാർഡ് സൗഹൃദം തണൽ കമ്മിറ്റി ഓണാഘോഷവും കലാമേളയും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് ജോസഫ് പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ മുഖ്യപ്രഭാഷണം നടത്തി. തണൽ ഭാരവാഹികളായ PP ചന്ദ്രൻ, വിൻസൻ പുളിക്കൻ, ജോളി ചുക്കിരി, റപ്പായി തൃക്കുകാരൻ, ജോസ് കൊക്കാലി, ഡേവി സക്കര, പൗലോസ്, മേരി, ജേക്കബ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മേരിമാത ICSE സ്കൂളിൽ ഓണാഘോഷവും അധ്യാപക ദിനവും ആഘോഷിച്ചു.
മാനേജർ സിസ്റ്റർ TG ഓണ സന്ദേശം നൽകി. ടീച്ചേഴ്സ് ഡേ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പേഴ്സാണ്. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമാണ് ഈ ഓണനാളുകളിൽ നടക്കുന്നത്. നാട്ടിലെ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ മാവേലിയും എത്തുന്നു NCTVയോടൊപ്പം. ഓണക്കാലത്ത് വിപണിയെ പരിചയപ്പെടുത്താൻ NCTV ഒരുക്കിയ മാവേലി ഷോപ്പിംഗ് വൈബ് എന്ന പരിപാടി കാണാം. പ്രീമിയം ഫാൻസി കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ ഒരുക്കിക്കൊണ്ടാണ് കൊടകര വഴിയമ്പലത്തുള്ള ലില്ലിയ ആൻഡ് ലാവൻഡർ ഓണത്തിനെത്തിയിരിക്കുന്നത്. വെഡിംഗ് സാരികൾ, പട്ടുസാരികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, വർക്കിംഗ് വുമൻസിനായുള്ള ഡ്രസ്സുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തി, നൈറ്റി തുടങ്ങി എല്ലാവിധ ക്വാളിറ്റി മെറ്റീരിയൽ മിതമായ നിരക്കിൽ. കൂടാതെ ഓണത്തിന് ട്രെൻഡി വസ്ത്രങ്ങളും ലില്ലിയ ആൻഡ് ലാവൻഡറിൽ ഉണ്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു NCTVയുടെ മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൊടകരയിലെ ലില്ലിയ ആൻഡ് ലാവൻഡർ എന്ന ഒരു സ്ഥാപനത്തിലാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകാൻ സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന പ്രത്യേകതയാണ് ലില്ലിയ ആൻഡ് ലാവൻഡർക്ക്. ഇവിടെ ഫാൻസി കളക്ഷൻസിൻ്റെ, പ്രീമിയം ഫാൻസി കളക്ഷൻ്റെ ഏറ്റവും വിപുലമായ ശേഖരം അത് ഹോൾസെയിൽ വിലയിൽ നമുക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ വിവാഹസാരികൾ, പട്ടുസാരികൾ, ചുരിദാർ കളക്ഷൻസ്, അങ്ങനെ ഈ ഓണത്തിന് 2025 ഓണക്കാലം ഏറ്റവും മനോഹരമാക്കാൻ ലേഡീസ് വെയറുകളുടെ പുത്തൻ ട്രെൻഡി കളക്ഷൻസ് ആണ് ലില്ലിയ ആൻഡ് ലാവൻഡർ ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇവിടെ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 200 മുതലുള്ള കുർത്തീസ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല നല്ല കളക്ഷനായിട്ട് എന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ പുതിയ കടയായ കാരണം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ് മെറ്റീരിയൽസാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ പട്ടുസാരികളുണ്ട്. ഈ ബ്രൈഡ്സിനൊക്കെ പറ്റിയ നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നല്ല ചെറിയ, ഇപ്പോൾ നമ്മുടെ ഓണത്തിന് പറ്റിയ ചെറിയ എമൗണ്ടിൻ്റെ മാലകളും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. ഈ ഓണക്കാലത്ത് ഏറ്റവും പുതിയ ഡിസൈൻ കളക്ഷനും നിരവധി ഓഫറുകളുമായാണ് തൃശൂർ ട്രിനിറ്റി ഗോൾഡ് ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ, സ്പെഷ്യൽ ബ്രൈഡൽ കളക്ഷൻ, പണിക്കൂലിയിൽ വൻ ഡിസ്കൗണ്ട് അടക്കം സമ്മാനപൂരമാണ് ട്രിനിറ്റിയിൽ ഉള്ളത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാ. NCTV മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ജനപ്രിയ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിലാണ്. നമുക്കറിയാം, ഈ പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് പൊന്നോണത്തിൻ്റെ ഒരു മാസം മാത്രമല്ല, വിവാഹങ്ങൾ ഏറെ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ വിപണി ഏറ്റവും ഉണർവ് പ്രകടമാകുന്ന ഒരു മാസം കൂടിയാണിത്. സ്വർണ്ണവില എത്ര ഉയർന്നാലും പൊന്നണിയുന്ന കസവിനൊപ്പം ഒരു തരി പൊന്നുകൂടി അണിഞ്ഞാലേ മലയാളികളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ പൂർണ്ണമാകൂ. സാധാരണക്കാർക്ക് എന്നും താങ്ങും തണലുമാകുന്ന ട്രിനിറ്റി ഗോൾഡ് വ്യത്യസ്തമായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് ഈ ഓണക്കാലത്ത്, ഈ 2025 ഓണക്കാലത്ത് ട്രിനിറ്റി ഗോൾഡിൻ്റെ സവിശേഷതകൾ? മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം പണിക്കൂലി കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട്സ് ആണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് കൂടുതലുള്ളത്. നോർമൽ ഗോൾഡിലാണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് തന്നെയാണ്, ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ്. ഇപ്പോഴത്തെ ആൾക്കിടെ ഇഷ്ടപ്രകാരമുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസാണ് നമ്മൾ കൂടുതലും വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്താണുള്ള ഓപ്ഷനും ഇതാണെങ്കിലും നമുക്ക് മേക്കിംഗ് ചാർജ് കുറവ് തന്നെയാണ് വാങ്ങുന്നത്. നമ്മൾ കൂടുതൽ മേക്കിംഗ് ചാർജ് ഒന്നും വാങ്ങുന്നില്ല. ഏതാണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും നോർമൽ ഗോൾഡ് ആണെങ്കിലും നമുക്ക് മേക്കിംഗ് ചാർജ് കുറവ് തന്നെയാണ് കൊടുക്കുന്നത്.
നിങ്ങളുടെ ഏറ്റവും പുതിയൊരു ബ്രൈഡൽ ഫെസ്റ്റ് എന്താണ് അതിൻ്റെ ബ്രൈഡൽ ഡയമണ്ട് ഫെസ്റ്റ്? ബ്രൈഡൽ ഡയമണ്ട് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമണ്ട് ഇപ്പോൾ നമ്മൾ ഡയമണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് നമുക്കൊരു 40% നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയും കുറഞ്ഞ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇടനിലക്കാരില്ലാതെ 916 BIS ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ ഒരു ഇടം, അതുതന്നെയാണ് ട്രിനിറ്റി ഗോൾഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 2025 ഓണക്കാലത്ത് വലിയ ഓഫറുകളും സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവരുകയാണ് ട്രിനിറ്റി ഗോൾഡ് തൃശ്ശൂർ. ഓണം ഗ്രാൻഡ് ആക്കാൻ വൈവിധ്യമാർന്ന ഓണക്കോടി കളക്ഷനാണ് കൊടകര ഗ്രാൻഡ് വെഡിങ്സിൽ ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ ട്രെൻഡി മോഡേൺ കളക്ഷൻ മിതമായ നിരക്കിൽ ഗ്രാൻഡ് വെഡിങ്സിൽ ലഭ്യമാണ്. NCTV മാവേലി ഷോപ്പിംഗ് വൈബ്. ഇപ്പോൾ മാവേലിയോടൊപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊടകര ഗ്രാൻഡ് വെഡ്ഡിങ്സിലാണ്. കൊടകരയുടെ വസ്ത്രസങ്കല്പങ്ങൾ മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയാണ് ഗ്രാൻഡ് വെഡ്ഡിങ്സ്. നമുക്കറിയാം, ഓണത്തിന് ഓണക്കളികൾ പോലെ, ഓണപ്പാട്ട് പോലെ, ഓണസദ്യ പോലെ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഓണക്കോടി എന്ന് പറയുന്നത്. 2025 ഓണക്കാലത്ത് കൊടകര ഉടുത്തൊരുങ്ങുന്നത് ഗ്രാൻഡ് വെഡ്ഡിങ്സിലൂടെയാണ്. എങ്ങനെയാണ് ഈ പുതിയ ഓണക്കാലത്ത് കൊടകര ഗ്രാൻഡ് വെഡ്ഡിങ്സിന് നൽകുന്ന ഒരു സ്വീകരണം? ഈ ഓണക്കാലത്ത് വസ്ത്രവ്യാപാര രംഗത്ത് വളരെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഗ്രാൻഡ് വെഡ്ഡിങ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഏറ്റവും മികച്ച രീതിയിലുള്ള തുണിത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാരുടെ കൈകളിലെത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കൊടകരയിൽ നിന്ന് നല്ല കസ്റ്റമർ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ ഇപ്പോൾ പല സ്കൂളുകളിലും അതുപോലെ പല സ്ഥാപനങ്ങളിലും നടക്കുന്ന ഓണം സെലിബ്രേഷനോടനുബന്ധിച്ചുള്ള ഓണം കളക്ഷനുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് നല്ല കസ്റ്റമർ സപ്പോർട്ടും നല്ല ഇതും നമുക്കുണ്ട്. ഈ ഓണം വളരെ ഗ്രാൻഡാണ് കൊടകരയിൽ. തീർച്ചയായും കൊടകരയുടെ ഓണാഘോഷം ഗ്രാൻഡ് ആവുകയാണ് ഗ്രാൻഡ് വെഡ്ഡിങ്സിലൂടെ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവുമായാണ് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറിയായ നോബിൾ ജ്വല്ലറി ഓണം ഷോപ്പിംഗിനെ വരവേൽക്കുന്നത്. ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ അടക്കം ഉൽപാദന വില മാത്രമാണ് നോബിൾ ജ്വല്ലറി ഈടാക്കുന്നത്. ആമ്പല്ലൂർ, ചേർപ്പ് എന്നിവിടങ്ങളിലാണ് നോബിളിന് ഷോപ്പുകളുള്ളത്. NCTV മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് അമ്പല്ലൂരിലുള്ള നോബിൾ ജ്വല്ലറിയിലാണ്. നമുക്കറിയാം, കേരളത്തിൽ സ്വർണ്ണാഭരണ വിപണി ഏറ്റവും പ്രശോഭിക്കുന്നത് പൊന്നിൻ ചിങ്ങമാസത്തിലാണ്. അത് ഓണക്കാലം മാത്രമല്ല, വിവാഹങ്ങളുടെ ഒരു കാലം കൂടിയാണ്. ഈ ഓണക്കാലത്ത് ആർപ്പോ ഇറോ എന്ന തകർപ്പൻ ഓഫറിൽ ഒരു കലക്കൻ ഓണമാണ് നോബിൾ ജ്വല്ലറി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് നോബിൾ ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്. ഒപ്പം തന്നെ ഒരു പവൻ സ്വർണത്തിന് 600 രൂപ വരെ കിഴിവ് നേടാനുള്ള അവസരങ്ങളുണ്ട്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങൾക്ക് 30% വരെ ഡിസ്കൗണ്ടും, ഒപ്പം വെള്ളി ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടും നോബിൾ ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുകയാണ്.
ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരവും. അതുമാത്രമല്ല, ശുഭമാംഗല്യം വെഡ്ഡിംഗ് കളക്ഷനിൽ 2 ലക്ഷം രൂപ വരെ താഴെ മുതൽ വെഡ്ഡിംഗ് സെറ്റുകൾ ലഭ്യമാണ്. ഒപ്പം 6 ഗ്രാം മുതൽ ചെട്ടിനാട് നഗാസ് ആഭരണങ്ങളും നോബിൾ ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുകയാണ്. അങ്ങനെ ആർപ്പോ ഇറോ തകർപ്പൻ ഓഫറിൽ ഒരു കലക്കൻ ഓണമാണ് 2025-ൽ നോബിൾ ജ്വല്ലറി തൃശ്ശൂരിന്റെ ജനപ്രിയ ജ്വല്ലറിയായി മാറുകയാണ് നോബിൾ ജ്വല്ലറി ആമ്പല്ലൂർ. കാവലൂർ വീട്ടിക്കുന്ന് ഭാഗത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. നെൽകൃഷിയും കാർഷിക വിളകളും വ്യാപകമായി നശിപ്പിക്കുന്നതായാണ് കർഷകരുടെ പരാതി. 3 മാസമായി കാട്ടുപന്നികളെ വകവരുത്തുന്നതിന് ഷൂട്ടർമാരെ ലഭിക്കാത്തതും പ്രതിസന്ധിയാണെന്ന് ഇവർ പറയുന്നു. മേഖലയിലെ കാട്ടുപന്നി ശല്യം പരിഹരിക്കണമെന്ന് കവിത കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ ഡോക്ടർ ടി എ രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഓണക്കിറ്റ് വിതരണം ഫൗണ്ടേഷൻ ചെയർമാൻ മുൻ MLA ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, രശ്മി ശ്രീശോഭ് എന്നിവർ പ്രസംഗിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് പ്രസുദേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, ഞായറാഴ്ച രാവിലെ ഫാദർ റിൻസ് മേലെപ്പുറത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന, നേർച്ച ഊട്ട് എന്നിവയുണ്ടാകും. ഈ വർഷം 12,000 പേർക്കാണ് നേർച്ച ഊട്ട് ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് വെളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചുവല്ലൂർ, കൈക്കാരന്മാരായ തോമസ് വള്ളിയാംതടത്തിൽ, ബേബി കണ്ണമ്പിള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് നൈജോ വാസുപുരത്തുകാരൻ എന്നിവർ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ MP-യെ തടഞ്ഞ DYFI പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണയത്തിന്റെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പ് സെന്ററിൽ നിന്നാണ് പ്രതിഷേധ ജാഥ ആരംഭിച്ചത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് വിൽസൺ ആറ്റുപുറം, പുതുക്കാട് നിയോജക മണ്ഡലം യൂത്ത് സെക്രട്ടറി അഖിൽ മതിക്കുന്ന്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ജോബി നെരേപ്പറമ്പിൽ, ശ്രീനാഥ് തൊഴുക്കാട്ട്, ജോജോ താരത്ത്, സലീഷ് മാമ്പിള്ളി, മോഹനൻ തൊഴുക്കാട്ട്, സുനിൽ മുളങ്ങാട്ടുകര, ഷെൽവിൻ തൃശൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. കാവനാട് TV സെന്ററിൽ പഞ്ചമി വായനശാലയ്ക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി അനുസ്മരണവും നടത്തി. പഞ്ചായത്ത് അംഗം സനല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടകര LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി, മുൻ അധ്യാപകൻ ശശികുമാർ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹി MK ബാബു, AK സാജു, ലൈബ്രറിയൻ ഇൻചാർജ് നീനു മിഥുൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14-ന് കൊടകരയിൽ നടക്കുന്ന മഹാശോഭയാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് KR ദേവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം അധ്യക്ഷൻ ML വേലായുധൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ PN അജിത് കുമാർ, ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഹരികൃഷ്ണ ബാലഗോകുലം കാവിൽ, ശ്രീദുർഗ ബാലഗോകുലം അഴകം, വൃന്ദാവനം ബാലഗോകുലം കണ്ടംകുളങ്ങര, ഹരിയോം ബാലഗോകുലം വട്ടേക്കാട്, ശ്രീഹരി ബാലഗോകുലം മറ്റത്തൂർ, കേശവാമൃതം ബാലഗോകുലം പേരാമ്പ്ര, ശ്രീമുരുക ബാലഗോകുലം ചെറുകുന്ന്, പ്രഹ്ലാദ ബാലഗോകുലം ചെറുവത്തൂർ, വിവേകാനന്ദ ബാലഗോകുലം പുത്തുകാവ് എന്നീ ബാലഗോകുലങ്ങളാണ് ശോഭായാത്രയിൽ പങ്കെടുക്കുന്നത്. സെപ്റ്റംബർ 14-ന് വൈകിട്ട് 4 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ശോഭായാത്രകൾ കൊടകര ഗാന്ധിനഗറിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി കൊടകര ടൗൺ ചുറ്റി പൂനിലാർക്കാവ് ക്ഷേത്രസന്നിധിയിൽ സമാപിക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ ഹോമിയോ ആശുപത്രിക്കുള്ള കേരള ആയുഷ് കായകൽപ് അവാർഡ് 2025 ഒന്നാം സ്ഥാനം ജില്ലാ പഞ്ചായത്തിനു കീഴിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് ലഭിച്ചു. 10 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് ഏറ്റുവാങ്ങി.
കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നത്തോടനുബന്ധിച്ചുള്ള നോട്ടീസിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത നിർവഹിച്ചു. ഉപദേശക സമിതി അംഗം തങ്കം നോട്ടീസ് ഏറ്റുവാങ്ങി. ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് നന്ദകുമാർ കാക്കനാട്, പ്രസിഡന്റ് KV സുരേഷ്, PG ഷാജി, സുധൻ കാരയിൽ എന്നിവർ സന്നിഹിതരായി. 2025 നവംബർ 17, 18, 19 തീയതികളിലാണ് അഷ്ടമംഗല പ്രശ്നം. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ OSA സംഘടിപ്പിക്കുന്ന ഷൂട്ടൌട്ട് ടൂർണമെന്റ് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മത്സരം. വിജയിക്കുന്ന ടീമിന് ട്രോഫിയും 3000 രൂപയും, രണ്ടാം സ്ഥാനക്കാർക്ക് ട്രോഫിയും 2000 രൂപയും, മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫിയും 1000 രൂപയും ലഭിക്കും. മികച്ച പ്ലെയർ, മികച്ച ഗോൾ കീപ്പർ എന്നിവർക്കും പ്രത്യേക പുരസ്കാരങ്ങളുണ്ട്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ കേരള സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീം കോച്ച് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 9389190991. നന്ദിക്കര GVHS സ്കൂളിൽ SPC കേഡറ്റുകൾക്കായി ത്രിദിന ഓണം ക്യാമ്പ് ആവണി 2025 സംഘടിപ്പിച്ചു. പർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SI വൈഷ്ണവ് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് K ശ്രീലത ദുരന്ത നിവാരണ ബോധവൽക്കരണം, പ്രകൃതി സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ അനീഷ്, വിഷ്ണുരാജ്, രാജീവ് എന്നിവർ ക്ലാസ് എടുത്തു. ADNO OH ബിജു, MC ബിജു എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. MPTA പ്രസിഡന്റ് വിദ്യാമാധവ്, SPC CPO ഷിഹാബുദ്ദീൻ, ACPO MK പ്രീത എന്നിവർ പ്രസംഗിച്ചു. കൊടകരയിൽ GNBH സ്കൂൾ നടത്തുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണം വെക്കേഷൻ ക്യാമ്പ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. GNBHS കൊടകര, GHSS കൊടകര, SNVHSS ആളൂർ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നായി 256 കേഡറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CDCB അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SPയും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ TS സിനോജ് വിശിഷ്ടാതിഥിയായിരുന്നു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ അദ്ദേഹത്തെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൊടകര സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KS രാധാകൃഷ്ണൻ ക്യാമ്പിന്റെ പതാക ഉയർത്തി. കൊടകര GHSS പ്രധാന അധ്യാപകൻ KK താജുദ്ദീൻ, GNBHS ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് PU സന്ധ്യ, തൃശൂർ റൂറൽ SP അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ OH ബിജു, കൊടകര GHSS പ്രിൻസിപ്പൽ M സുധീർ, GNBHSS കൊടകര PTA വൈസ് പ്രസിഡന്റ് CB സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റി കേരളയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനാഘോഷം നടത്തി. ജനറൽ സെക്രട്ടറി സുരേഷ് കുന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA നാരായണൻ അധ്യക്ഷത വഹിച്ചു. MA വിദ്യാസാഗർ, ശിവൻ ഈശ്വരത്ത്, KK സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ ഓണാഘോഷം ഓഗസ്റ്റ് 31 വൈകിട്ട് 4 ലെഷർ ലാൻഡ് ഹാളിൽ. പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷനാകും. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ആദരവ് നൽകും. നാടൻ കലാപരിപാടികളും കോമഡി ഷോ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല അദാലത്ത് സംഘടിപ്പിക്കുന്നു. 18നും 40 വയസ്സിനുമിടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് പരാതികൾ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0412308630 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9470 രൂപ, പവന് 75,760 രൂപ. മണ്ണമ്പേട്ട തണ്ടേക്കൽ ജോണി ഭാര്യ ശാന്ത അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. രജനി, രാജു, പരേതനായ ടോണി എന്നിവർ മക്കളും ജോബി, റിക്സി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
ശക്തമായ മഴയിൽ അളക്കുപുഴകർ എരിപ്പോട് വീട് തകർന്നു വീണു. വെള്ളാംതറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. നന്ദിക്കര GVHS സ്കൂളിലെ കളിസ്ഥലത്തിന്റെ വികസനം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഓണാഘോഷ തിമിർപ്പിൽ നാട്. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. കാവല്ലൂർ വീട്ടിക്കുന്ന് ഭാഗത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.